പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശിനോട് പറയാണ്, ഇപ്പൊ കൊച്ചുമോന്റെ ഭാര്യ വന്നപ്പോൾ മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞല്ലോ എന്ന് പറയും. അപ്പൊ മുത്തശ്ശൻ തിരിച്ചും പറയുന്നുണ്ടായിരുന്നു, നിന്റെ കാര്യം അങ്ങനെ തന്നെ അല്ലേ എന്ന് പറയും. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഈ വീടിനകത്തൊരു വെളിച്ചം വന്ന പോലെയായി. അപ്പോൾ ദേവയാനി അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നൈനമോളെ പോയി വിളിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ദേവയാനി അവിടേക്ക് വരുന്നത്. ഇതാ പറഞ്ഞ നാവെടുത്തില്ല, അപ്പോഴേക്കും ആളിങ്ങോട്ട് വന്നല്ലോ എന്ന് പറയും. അപ്പൊ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കും. അപ്പൊ മരുമകളെ പോയി വിളിച്ചു കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവളെ സ്നേഹിക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുന്ന സമയത്ത് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രണ്ടുപേരുടെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയട്ടോ. ആരുടെ കാര്യം നീ പറയുന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, വേറെ ആരുടെയും കാര്യമല്ല, അനിയുടെയും അനാമികയുടെയും കാര്യം തന്നെയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോഴും ആ കുട്ടീനോട് ഒരു താല്പര്യമില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധം അധികകാലം നിലനിൽക്കില്ല, അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ മുത്തശ്ശനോട് ദേവയാനി പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവന് കുട്ടിക്കാലം തൊട്ടേ മുത്തശ്ശിന്റെ പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നീയോ ആദർശവും പറയാതെ അവനൊന്നും ചെയ്യില്ലായിരുന്നു, അതുകൊണ്ട് നീ തന്നെയാണ് അവനെ ഉപദേശിക്കാൻ നല്ലത് എന്ന് പറയുകയാണ്. പിന്നീട് അത് മാത്രല്ല, എന്തെങ്കിലും ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുമ്പോഴും ഒക്കെ അനാമിക വീട്ടിലേക്ക് പിണങ്ങി പോവാണല്ലോ ചെയ്യുന്നത്. മുത്തശ്ശനാണെങ്കിലും ആ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങി പോകുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അവിടെ ഇങ്ങനെ അതിന് കൂട്ടുനിൽക്കാൻ ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ കുട്ടീനെ ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്നത് അതിന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ദേവയാനിയോടാണെങ്കിലും അനിയനെ ഉപദേശിക്കാനായിട്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ദേവയാനി ശരിയച്ചാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ദേവയാനി മുത്തശ്ശനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ നോക്കിയിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിനക്ക് തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ അനിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയതെന്ന് ദേവയാനി മുത്തശ്ശനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാത്രമല്ല, ദേവയാനി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് ഇങ്ങനെ നന്ദു വന്ന സമയത്തും അനിയും അതുപോലെ തന്നെ നന്ദു മാറി നിന്നൊക്കെ സംസാരിച്ചിരുന്നു എന്ന് പറയൂട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു, എനിക്കിപ്പോഴും ഇങ്ങനെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അനാമിക മോള് അഹങ്കാരം കാണിക്കുന്നതിൽ തെറ്റ് പറയാനും പറ്റില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. പിന്നീട് അനീനെയാണ് കാണിക്കുന്നത്. അനിയാണെങ്കിൽ നന്ദുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേവയാനി അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അനീനോട് ഇങ്ങനെ ആദ്യം തന്നെ ചോദിക്കുന്നത്, നീ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോനെ അനാമിക മോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാ വല്യമ്മ പറയുന്നതെന്ന് ഇങ്ങനെ അനി ചോദിക്കുന്ന സമയത്ത് മോനിപ്പോഴും മോളെ ഇങ്ങനെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനീനെ ഉപദേശിക്കാൻ അങ്ങ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവൾക്ക് ഇങ്ങനെ ഈ വീട്ടിലെ മരുമകളാവണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് അവളുടെ അച്ഛനും അമ്മയ്ക്കും അനന്തപുരിയിലെ ബന്ധുക്കളാണെന്ന് മേനി പറഞ്ഞ് നടക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾ അങ്ങനെ സ്നേഹിച്ചാൽ അവൾ ഇങ്ങനെ തിരിച്ച് സ്നേഹിക്കൊന്നുമില്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല, അവൾക്ക് ആരോടും സ്നേഹമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല, അനാമിക മോളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി സ്നേഹം ഇങ്ങനെ അവള് ഇങ്ങനെ മോന് തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അനി അത് സമ്മതിക്കുന്നില്ല കേട്ടോ. അവൾക്ക് അതിനൊരിക്കലും പറ്റില്ല എന്ന് പറയാണ്. അതൊക്കെ ഞാനിങ്ങനെ കല്യാണത്തിന് മുന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നതായിരുന്നു അവളുടെ സ്വഭാവമൊക്കെ. പക്ഷെ അമ്മയും വല്യമ്മയും കൂടെ ഇങ്ങനെ അവളെ ഇങ്ങനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ്, അതോടുകൂടി എൻ്റെ എല്ലാ സന്തോഷവും പോയി എന്ന് പറയാണ്. പിന്നെ മുത്തശ്ശനാണെങ്കിലും അവളുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തത് മാറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് വഴങ്ങി തന്നു എന്ന് മാത്രം. അതിനുശേഷമാണ് എൻ്റെ എല്ലാ സന്തോഷം മുഴുവൻ പോയത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വല്യമ്മ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഏട്ടത്തിനെ ഇങ്ങനെ വെറുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഏട്ടത്തിയാണ് ഇവിടേക്ക് ഇങ്ങനെ വരേണ്ടിയിരുന്നത്, ഇങ്ങനെ വരേണ്ട ആൾ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിലും അകത്തേക്ക് അങ്ങ് പോവാണ്. പിന്നീട് ആദർശും അതുപോലെ തന്നെ ജയനും കൂടെ സംസാരിക്കുകയാണ്. ആദർശ് ഇങ്ങനെ ജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ അമ്മയുടെ പെരുമാറ്റത്തിൽ അച്ഛന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ആദർശിന് എന്തായാലും നല്ല സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മ എപ്പോഴും അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല, അമ്മ ഇടയ്ക്ക് ഇങ്ങനെ കരൾ കൊടുത്ത പെൺകുട്ടീനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നു, ഇപ്പോൾ ആ ഒരു അന്വേഷണമൊക്കെ അമ്മ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അമ്മയുടെ പെരുമാറ്റവും എല്ലാം ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ജയനാണെങ്കിലും ആ ഒരു സംശയം ഉണ്ട് കേട്ടോ. പിന്നെ അതിന് വീട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും ദേവയാനി ഉറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദർശിന് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞാണ് നയനേനെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നയന മോള് പോയ ശേഷം അവൾക്കാണ് ഉറക്കം കിട്ടാത്തത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതിലൊക്കെ അവർക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, അമ്മ വെറുക്കുന്ന മരുമകൾക്ക് ഒരിക്കലും അമ്മ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും വിളമ്പി കൊടുക്കില്ല, ഇവിടെ അതൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നയനേനെ അടുക്കളയിലും കയറ്റുന്നില്ല, അപ്പം അതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ആദർശം അങ്ങനെ പറയുന്ന സമയത്തും ജയൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നയനമോൾ എന്തായാലും
മോനോട് പറയാതിരിക്കില്ലല്ലോ എന്ന് പറയും. അതാണ് പിന്നെ എൻ്റെ ഒരു സംശയം. എന്തായാലും നമുക്ക് ഒരു സംശയം വന്ന സ്ഥിതിക്ക് അതങ്ങ് ക്ലിയർ ചെയ്യണമല്ലോ എന്നും കൂടെ ജയനോട് ആദർശ് പറയുകയാണ്. അതൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ആദർശ് പിന്നീട് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ജയനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും നൈനയോട് തുറന്നു പറയാറുണ്ട്, പക്ഷെ നൈന എന്തെങ്കിലും എന്നോട് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പൊ നൈനയാണെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും എന്തും തുറന്നു പറയുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആദർശാണെങ്കിലും. പക്ഷെ നൈനയാണെങ്കിലും ദേവയാനിയുടെ കൂടെ നിന്നിട്ട് ആദർശിനോടൊന്നും പറയുകയും ചെയ്യുന്നില്ല. ആദർശിനോടെങ്കിലും സത്യങ്ങളെല്ലാം തുറന്നു പറയായിരുന്നു നൈനയ്ക്ക്. നൈനിയും ആദർശിനെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന് അതൊരു വലിയ വിഷമം തന്നെയാവും. പിന്നീട് നൈനിനെയാണ് കാണിക്കുന്നത്. നൈനിയാണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നൈനിയോട് സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മോളോട് അത് പെട്ടെന്ന് പറയണമെന്ന് തോന്നി, നേരിട്ട് പറയേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെ അനാമികയുടെയും കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. എനിക്കിപ്പോഴും നന്ദുവിനോട് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മോൾ ഇങ്ങനെ നന്ദുവിനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനീനെ ഉപദേശിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നൈനിയെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അനി ഇങ്ങനെ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നന്ദു കുറച്ച് അകന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അനിയുടെ സ്വഭാവത്തിൽ മാറ്റം വരും എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേരെയും നന്നായിട്ട് ഉപദേശിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരി എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ആദർശ് നൈനയുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദർശേട്ടൻ വന്നു, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കോളങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ ആരാ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, നന്ദു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവല്ലേ 2 ദിവസം കഴിഞ്ഞാൽ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ആകെ ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശാണെങ്കിലും നൈനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നിനക്ക് എന്താ ഒരു ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് നൈന പറയുകയും ചെയ്യാണ്. പിന്നെ അത് മാത്രമല്ല നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ട അനീനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയട്ടോ. അപ്പൊ അതിനിപ്പോ എന്താന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അനിയുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നന്ദു ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. നന്ദു ആണോ അതിന്റെ കാരണം എന്ന് ആദർശ് ചോദിക്കുമ്പോഴാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ തന്നെയാണ് അവനെയും അതുപോലെ തന്നെ നന്ദുവിനെ ഉപദേശിക്കുക, രണ്ടാളെ ഉപദേശിക്കാൻ നല്ലത്, അവർക്കൊക്കെ എന്നേക്കാളും നിന്നെയാണല്ലോ ഇഷ്ടം എന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാരും ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞാൽ എങ്ങനെ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാന്ന് ഇങ്ങനെ നൈന പറയുന്ന സമയത്ത് പിന്നെ ആരാ നിന്നോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞേന്ന് ചോദിക്കട്ടെ. വേറെ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല, വീട്ടിലുള്ളവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയൂട്ടോ. നൈനയാണെങ്കിലും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് ആദർശിന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്റെ മനസ്സിൽ ഇപ്പൊ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ ആദർശേട്ടാന്ന് ചോദിക്കുകയാണ്. അതെന്തായാലും അറിയേണ്ട സമയമാകുമ്പോ നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് പോകുന്ന സമയത്ത് നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ സസ്പെൻസ് ഇട്ട് പോവാണോ എന്ന് ചോദിക്കട്ടോ. അപ്പൊ ഞാനും കുറച്ച് സസ്പെൻസ് ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നൈന ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നന്ദും ഫ്രണ്ട്സും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നന്ദു ഇങ്ങനെ അനിയുടെ കാര്യം തന്നെയാണ് കേട്ടോ അവരോട് പറയുന്നത്. എനിക്കാണെങ്കിലും ഇപ്പോഴും നല്ല സങ്കടം ഉണ്ട് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനിയുടെ കാര്യമൊക്കെ എന്തായാലും ഇങ്ങനെ ഫ്രണ്ട്സിനോടാണെങ്കിലും അനി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അവരത് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ അനി അങ്ങോട്ട് വരുന്നത്. അപ്പൊ അതാ വന്നല്ലോ ആളെന്ന് പറയുന്നുണ്ടായിരുന്നു. അനി വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് അങ്ങ് മാറി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും, ഞങ്ങൾ അങ്ങ് മാറി തരാന്ന് പറഞ്ഞിട്ട് അനി വരുമ്പോൾ അവർ ഇവിടെ നിന്ന് അങ്ങ് മാറി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നന്ദു അതുപോലെ തന്നെ അനിയും കൂടെ സംസാരിക്കുകയാണ്. നന്ദു ആണെങ്കിലും അനീനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ അങ്ങനെ ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത്. നൈനേച്ചി വീട്ടിൽ വന്നപ്പോഴും അതിനെക്കുറിച്ച് എന്നോട് സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചിരുന്നു എന്ന് പറയൂ കേട്ടോ. അതുപോലെ അനിയാണെങ്കിലും ആത്മഹത്യ ഭീഷണി ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഞാൻ വീണ്ടും അനീനോട് അടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്കാണെങ്കിലും ആകെ സങ്കടമാണ് കേട്ടോ. അപ്പൊ നന്ദുവിന്റെ പേരും പറഞ്ഞാണല്ലോ അനി അനാമികയും തമ്മിൽ ഇങ്ങനെ അകലുന്നതൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അങ്ങനെ നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കിയാലും ഞാനും അവളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ പോകുന്നില്ല, അത് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നീ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ച ഞാനും എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനോട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ എന്നാ കാണുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ആണെങ്കിലും അതിനെ കുറിച്ചൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സംസാരം അങ്ങ് വിടാം, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. അങ്ങനെ നീ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അനിയാണെങ്കിലും അങ്ങ് പറയാണ്ട്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം വേണു അവിടെ നിന്നിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേണു ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എന്റെ മോള് പറഞ്ഞത് എത്ര ശരിയാണ്, ഇങ്ങനെ പുറത്തിറങ്ങിയാൽ ഇവൻ കാണുന്നത് ഇവളെയാണല്ലോ, എന്തായാലും എന്റെ മോൾക്ക് ഇവനെ വേണ്ട, ഇനിയിപ്പോ അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയം വരെയെങ്കിലും അങ്ങനെ അവന്റെ ഭാര്യയായിട്ട് അവൾ ഇരുന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ വേണുവാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അങ്ങനെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അനി
ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിളിക്കാതിരിക്കാൻ അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ, എന്തിനാ വിളിക്കാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വരും, എനിക്ക് ക്യാമ്പൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയാണ്. എന്തായാലും നീ ഇങ്ങനെ ആഗ്രഹിച്ച ജോലിയിൽ കയറിയിട്ട് വേണം നമുക്ക് ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ അങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ പറയാമെന്ന് പറയാണ്. അപ്പം നന്ദുവിനാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത്. നൈനിയാണെങ്കിലും ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അത് കണ്ടുകൊണ്ട് വരുന്നു. അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ നിന്ന് പിറുപിറുക്കുകയാണ്. അപ്പം നൈന ഇത് കാണുമ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം നന്ദുവിൻ്റെ കാര്യം പറഞ്ഞു തന്നെയാണ് കേട്ടോ അനാമിക അങ്ങോട്ട് ചെല്ലുന്നത്. നിന്റെ അച്ഛനും അമ്മയും ഒരുത്തിനെ ഇങ്ങനെ വളർത്തി ഇതാക്കി വെച്ചിരിക്കുകയല്ലേ, എല്ലാവരെയും വളർത്തിയ പോലെയല്ലല്ലോ അവളെ വളർത്തിയിട്ടുള്ളത്, കളരിക്കും കരാട്ടയ്ക്കും ഒക്കെ വിട്ട്. അത് മാത്രമല്ല അവൾ കൂട്ടുകൂടിയതോ എല്ലാം ആണുങ്ങളോട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയൂ കേട്ടോ. പിന്നീട് അനാമികയുടെ അച്ഛനും അമ്മേനെ വീട്ടിൽ കയറി 2 തവണ തല്ലിയതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് നിനക്ക് നന്ദു ആണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കൂട്ടോ. അതെന്താ ഉറപ്പ് തന്നെയാണ് എനിക്ക് എന്ന് പറയുന്ന സമയത്ത് എന്നിട്ട് എന്താ അങ്ങനെ നിന്റെ അച്ഛനും അമ്മയും കേസ് കൊടുക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കേസ് കൊടുക്കാതിരുന്നത് ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഇങ്ങനെ അവിടെ മാത്രം ഒതുങ്ങില്ല, ഈ തറവാട്ടിലേക്കും എത്തും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ കേസ് ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, അത് തന്നെയാണ് കേസ് ഒഴിവാക്കിയത്. പക്ഷെ അങ്ങനെ കേസ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നടന്ന പല കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നേനെ എന്ന് പറയൂട്ടോ. ആദർശേട്ടൻ്റെ അമ്മ നിനക്കൊരു നെക്ലേസ് തന്നു, അതിങ്ങനെ മോഷണം പോയി, പിന്നെ ആദർശേട്ടൻ്റെ അമ്മ കുടിച്ച പാലിൽ ആരോ വിഷം ചേർത്തു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തെളിഞ്ഞേനെ എന്ന് പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിലും ആകെ ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്.